ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ലോങ് വീഡിയോ ഇപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണ് ബൺ മസ്കി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ക്രീം ബണ്ണ്. അപ്പോൾ ഞാൻ കുറേ ആയി വിചാരിക്കണം പോയി വാങ്ങണമെന്ന്. അപ്പോൾ എറണാകുളത്തൊക്കെ ഇതിപ്പോൾ ഒരു കപ്പിൾസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ചായ് ബൺ മസ്ക ചായ അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പോൾ അത് പോയി ട്രൈ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ ഓർത്തു ഒന്ന് പോകാനുള്ള മടി, ഇല്ലെന്നുണ്ടെങ്കിൽ ഇറങ്ങുന്ന ടൈമിൽ അത്ര ലോങ്ങ് പോകണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. അപ്പോൾ പൊതുവേ എനിക്ക് ക്രീം ബണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് മാത്രമല്ലാതെ ഞാൻ കുറേ യൂട്യൂബ് ഷോർട്സിലും റീൽസിലൊക്കെ കണ്ട് വീട്ടിൽ ഇതുണ്ടാക്കാൻ പറ്റുമെന്ന്, വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമുക്കിതുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ കിടന്നപ്പോഴത്തേക്കും ഞാനത് വീണ്ടും കണ്ടു. അപ്പോൾ ഞാനോർത്ത് എന്തുകൊണ്ട് നമുക്കിന്നൊന്നും ഉണ്ടാക്കിക്കൂടാ, എനിക്കിന്നൊന്നും ഉണ്ടാക്കിക്കൂടാ എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഞാൻ കരുതി അതിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാമാർട്ടിൽ കയറി സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ സാധനമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 15 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് സാധനമൊക്കെ മേടിച്ചിട്ട് അത് ഉണ്ടാക്കുന്ന കാണിക്കാം. ഇതാണ് നമ്മുടെ സാധനം. അത് നമുക്ക് പോയിട്ട് ഉണ്ടാക്കാം. 3 നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അമൂലിൻ്റെ ബട്ടറും പിന്നെ ബണ്ണ്, പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡാണ്, അമൂലിൻ്റെ തന്നെ മിൽക്ക് മെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് 3 കൂടെ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിത് ചെയ്യുന്ന കാണാം. ഫസ്റ്റ് ഈ ഒരു ബൗൾ എടുക്കുക. ഈ ബൗളിലോട്ട് നമുക്ക് അമൂലിൻ്റെ ബട്ടറും പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടി ഇടാം. അപ്പോൾ അമൂലിൻ്റെ ബട്ടറും മിൽക്ക് മെയ്ഡും കൂടെ നമ്മൾ ഈ ബൗളിലോട്ടാക്കിയിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ക്രീമി സ്ട്രക്ചറിലോട്ട് കൊണ്ടുവരണം ബണ്ണിനകത്ത് നമുക്ക് ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ഈ മിൽക്ക് മെയ്ഡിൻ്റെത് അത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അത് ഇളകിപ്പോയി ആ ബോട്ടിലിൻ്റെ ആ സാധനം. അപ്പം ഞാൻ കുറച്ച് സാഹസപ്പെടേണ്ടി വന്നു, നല്ല ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം ഞാൻ കത്തിയൊക്കെ വെച്ച് കുത്തിച്ച് പൊട്ടിച്ചാണ് ഞാനത് ഒഴിക്കുന്നത്. അപ്പം മിൽക്ക് മെയ്ഡ് കുറഞ്ഞപ്പോൾ വീണ്ടും ഞാനത് ഒഴിക്കുന്നതിൻ്റെ സാഹസങ്ങളാണ് കാണുന്നത്. ആ സംഭവം ഇളകിപ്പോയതുകൊണ്ട് ഞാൻ കത്തി വെച്ച് കുത്തിച്ച് പൊട്ടിച്ച് ചെയ്ത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത്, നമ്മൾ സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്തത്. വീട്ടിലല്ലാത്തത് കൊണ്ട് നമുക്ക് കുറേ പരിമിതികളിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബണ്ണ് ഇതായിരുന്നു, ഒരു ഗോതമ്പിൻ്റെ ബണ്ണായിരുന്നു, നോർമലി യൂസ് ചെയ്യണ ബണ്ണല്ലായിരുന്നു. അപ്പം ഞാൻ ഓർക്കാതെ പെട്ടെന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. അപ്പോൾ ബണ്ണിൽ ഞാൻ നല്ലപോലെ ക്രീമൊക്കെ തേച്ചു. ക്രീം നന്നായിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഷുഗറൊന്നും ഇല്ലാതെ ഒരു മീഡിയം ലെവലിൽ ഷുഗറൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്രീമായിരുന്നു. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ബണ്ണ് മാത്രമാണ് എനിക്ക് എന്തോ ഒരു ഫ്ലോപ്പായ പോലെ തോന്നിയത്. അങ്ങനെ ഞാൻ 2 ബണ്ണെടുത്താണ് ഇത് ചെയ്തത്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ക്രീം ബൺ ഇതാണ് ഗൈസ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഫൈനലി ഗൈസ്, നമ്മൾ ക്രീം ബൺ ഉണ്ടാക്കി. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വാങ്ങിയ ബണ്ണ് നമ്മൾ നോർമലി വാങ്ങണതല്ല. ഇതെനിക്ക് തോന്നുന്നു ഗോതമ്പിൻ്റെ എന്തോ ബണ്ണാണെന്ന്. എന്നാലും ഞാൻ ഉണ്ടാക്കി. കുറച്ച് നമുക്ക് വീട്ടിലെ പോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്ത് ഞാൻ ഇത് ഉണ്ടാക്കി. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം കഴിച്ച്. കൊള്ളാം ഗൈസ്. ബണ്ണ് ഗോതമ്പായതുകൊണ്ട് ഇത് എന്തുവാ പറയണ്ട, നമുക്കങ്ങോട്ട് നോർമലി കിട്ടുന്ന ആ ബണ്ണിൻ്റെ ആ ടേസ്റ്റില്ല, ഗോതമ്പിൻ്റെ ബന്ന അതുകൊണ്ട്. പക്ഷെ കൊള്ളാം. അപ്പോൾ ഗൈസ്, ഞാൻ സന്തോഷപൂർവ്വം ഞാനൊരു കാര്യം അറിയിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയ ക്രീം ബണ്ണ് 1 ഫ്ലോപ്പായി. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ഒരു വിഷമം. കാരണം ബണ്ണ് എന്തോ പഴയല്ല കേട്ടോ, ബണ്ണ് ഗോതമ്പിൻ്റെ എന്തോ ബണ്ണായിരുന്നു. അപ്പോൾ നമ്മൾ നോർമലി ക്രീം ബണ്ണിന് യൂസ് ചെയ്യണ ബണ്ണല്ലായിരുന്നു. ഞാൻ അതാന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഗോതമ്പിൻ്റെ ഏതോ ബണ്ണായിരുന്നു. അതുകൊണ്ട് ഞാനുണ്ടാക്കിയ ക്രീം ബണ്ണ് ഫ്ലോപ്പായി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളത് പോയിട്ട് കടയിൽ പോയിട്ട് വാങ്ങി കഴിക്കുക. അതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചത്. ഓക്കെ, ആഗ്രഹം തോന്നി മേടിച്ചതാണ്. പക്ഷേ ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആൻഡ് എന്താ പറയുക,
വൻ ഫ്ലോപ്പായിരുന്നു. അതെൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ട് ഇതിൽ നിന്നും നമ്മൾ എന്താണ് പഠിച്ചത്? ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കുക. വെറുതെ വീട്ടിൽ അറിഞ്ഞൂടാതെ ഉണ്ടാക്കി വയറ് കേടാക്കരുത്. സോ ഗൈസ്, അപ്പോൾ എൻ്റെ ഈ വീഡിയോ, എൻ്റെ ഫ്ലോപ്പായ ക്രീം ബൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.